ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അയ്യപ്പപ്പാട്ടൊക്കെ നടത്തുവാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അവിടെ ഇരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും നവ്യയും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതെല്ലാം ആസ്വദിച്ച് ഭക്തിയോടുകൂടെ അയ്യപ്പപ്പാട്ടിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ജാനകിയും ജലജയും കൂടെ ഹോസ്പിറ്റൽ ICUവിൻ്റെ വെളിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജാനകിയോട് ജലജ പറയുന്നുണ്ട്, ജാനകിക്ക് ഇപ്പോഴേലും അവളുമാരുടെ സ്വഭാവം മനസ്സിലായല്ലോ, അതെന്തായാലും നന്നായി. ഇനി ഒറ്റക്കെട്ടായിട്ട് നിന്ന് രണ്ടിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് പയ്യെ ഏഷണി കയറ്റി കൊടുക്കുവാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, എന്ത് പറയാനാ, എനിക്ക് നേരത്തെ അവരുടെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അത് നേരാ, ജാനകി അമ്മയും കൂടെയാണ് അവളെയൊക്കെ ഇത്രയും വീട്ടിൽ വളം വെച്ച് കൊടുത്ത്. പക്ഷേ ഇനി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടത്തും കൂടെ വന്നു കഴിയുമ്പം അവളുമാരെ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്ത് പുകച്ച് ആടിക്കണം എന്നൊക്കെ പറയുമോ. ഇതിനൊക്കെ ജാനകിയും സമ്മതം മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വരുവാണ് കേട്ടോ. ഡോക്ടറോടൊപ്പം ദേവയാനിയുടെ കണ്ടീഷനെ പറ്റി രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ജാനകിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ജാനകി പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ജലജയ്ക്ക് മനസ്സിൽ ചെറിയൊരു കുശുമ്പും അസൂയൊക്കെ ഉണ്ട് കേട്ടോ. ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, രക്ഷപ്പെടുമോ പുല്ല് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട്, അമ്മായിയമ്മയ്ക്ക് ഓക്കെയാണ്, അകത്ത് കിടക്കുന്ന അമ്മായിയമ്മയുടെ മരുമോളുടെ കാര്യമാണ് ഇച്ചിരി കഷ്ടം, അവൾക്ക് ചെറിയൊരു വിളർച്ചയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴേക്കും ജലജ പറയാം, അവൾക്ക് എന്ത് വിളർച്ച, അവൾ കാരണം കുടുംബത്തിലാണ് വിളർച്ച എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും ഡോക്ടറിന് മനസ്സിലാവുകയാണ് ഇവർക്ക് നയനയോട് അത്ര താല്പര്യമില്ലയെന്ന്. എങ്കിലും ഡോക്ടർ പറയുന്നുണ്ട്, എങ്കിലും ആ കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ല വിളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിയും ജലജയും കൂടെ ചോദിക്കുകയാണ്, അവളെ ശ്രദ്ധിക്കാത്തൊരു കുഴപ്പമുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, അനന്തപുരി തറവാട്ടിലെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും പുറത്തോട്ട് പോരുതെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഞാനായിട്ടൊന്നും പുറത്തോട്ട് വിടുന്നില്ല. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പൊട്ടിത്തെറികളുണ്ടല്ലേ, എന്തായാലും മൂർത്തി സാറിന് വയ്യാണ്ടിരിക്കുക, അതുകൊണ്ട് അദ്ദേഹത്തിന് മാക്സിമം സന്തോഷവും സമാധാനവും കൊടുക്കാൻ വേണ്ടി നോക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക കേട്ടോ. എന്തായിരിക്കും ഡോക്ടർ അങ്ങനെ നയനെപ്പറ്റി പറഞ്ഞതെന്ന് ഓർത്ത് ജലജയും ജാനകിയും പരസ്പരം നോക്കുന്നുണ്ട്. അയ്യപ്പപ്പാട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആദർശും ജയനും അജയനൊക്കെ പറയുന്നുണ്ട്, ഇത്തവണ നടന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് പറയുമോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, പോകുന്നതന്നെ ബുദ്ധിമുട്ടിയാണ്, നോയമ്പെടുക്കുന്നു, അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് അവിടം വരെ നടക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ എന്തവസ്ഥയായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുമ്പം നവ്യ നയനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ദേ നോക്ക്, അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശൻ അബിയോട് ചോദിക്കുക, എന്താടാ നിനക്കൊരു താല്പര്യമില്ലാത്ത പോലെ എന്ന് ചോദിക്കുമ്പോൾ അബി പെട്ടെന്ന് കളം മാറ്റിയിട്ട് പറയുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കും വയ്യാന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ പോകാമെന്ന് നേർന്നായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ദൈവങ്ങളെ മനുഷ്യരെ പരീക്ഷിക്കാം, ദൈവങ്ങളെ വെറുതെ പരീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോവുക. ഇത് കേൾക്കുമ്പോൾ അവിക്ക് അടി കിട്ടുന്ന പോലെ ആവുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനീനെയാണ്. അനിയാകെ ടെൻഷൻ അടിച്ച് ബാൽക്കണി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക കേട്ടോ. അനിയുടെ കോള് കാണുമ്പോഴേ നന്ദു ഫോൺ എടുക്കാതെ കട്ടാക്കി വിടുക. ഇതോടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അനി ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുവാണ് നന്ദുവിന്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനും അനാമികയും ഒരു മുറിയിൽ 2 പേരെ പോലെയാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം പോയി, ഇനിയിപ്പോൾ എന്തായാലും അനാമികനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും നടക്കത്തില്ല, എന്തോ എനിക്ക് തന്നോടെല്ലാം പറയണമെന്ന് തോന്നി, അവസാനം ആരും എന്നെ മനസ്സിലാക്കാനില്ലെങ്കിൽ ഈ ജീവിതം അങ്ങ് ഉപേക്ഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് പറഞ്ഞൊരു വോയിസ് അയക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവിനാകെ ടെൻഷൻ ആവുകയാണ്. നന്ദു തിരിച്ച് അനിയെ വിളിക്കുവാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, അനി ഇപ്പം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടേക്കുമല്ലേ, വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട, എൻ്റെ നബിയേച്ചിയെ വീട്ടിൽ വന്നപ്പം നബിയേച്ചിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാമല്ലോ, അതുപോലെ തന്നെ അനാമികയെ മാറിക്കോളും, എന്തായാലും മലയ്ക്കൊക്കെ പോയിട്ട് വാ, ഇപ്പം വേണ്ടാത്ത ചിന്തകളായിട്ടൊന്നും ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നന്ദു വിളിക്കുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ആശ്വാസമൊക്കെ ആവുകയാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഫോണൊക്കെ വെക്കുവാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ മുത്തശ്ശിയോടും ജയനോടും അജയനോടൊക്കെ പറയുവാണ്, എങ്ങനെയുണ്ട് ദേവയാനിയുടെ അവസ്ഥ, കുറച്ച് കഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറയുവാണ്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വീട് ഭാഗം വെക്കണമെന്ന് തന്നെയാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് നവ്യ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ ഒരു വിഷമം എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയാം, മോളുടെ ഭർത്താവ് മോളെ കുറച്ച് ദിവസം സ്നേഹിച്ചായിരുന്നല്ലോ, അത് കഴിഞ്ഞ് മാറിയേണ്ട ദുഃഖമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അന്ന് രാത്രിയിലാണ് ആ പാലിൽ വിഷം കലർന്നതും അമ്മായി അതെടുത്ത് കുടിച്ചതും, എനിക്ക് നല്ല സംശയമുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്,
നയനെ പറ്റിയും ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്നു മോളെ, കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന മോളുടെ കാര്യത്തിൽ ആ കൊച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാം. പക്ഷേ അബിയുടെ അമ്മയുടെയും സ്വഭാവം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനും പറ്റില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നയന വന്നിട്ട് പറയുകയാണ്, എന്നാലും ഞാനെടുത്ത് വെച്ച പാലാണല്ലോ അമ്മ കുടിച്ചതെന്ന് ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ജയൻ പറയുന്നുണ്ട്, അത് നേരം. ഇനി അതിൻ്റെ പേരിൽ നയനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തിരിച്ച് ദേവയാനി വരുമ്പം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അറ്റ കൈക്ക് ഉള്ള സത്യം ഞാൻ വേണ്ടി വന്നാൽ വിളിച്ചു പറയും ദേവയാനിയോട്. അനാമികയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും അനാമിക ബ്ലഡ് കൊടുക്കാൻ മടിച്ചതും നയനയുടെ ബ്ലഡാണ് കൊടുത്തതെന്നും വേണ്ടി വന്നാൽ പറയേണ്ട വരും എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മൂർത്തി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയണ്ട. അങ്ങനെ വിളിച്ച് പറഞ്ഞ് മേടിക്കേണ്ടതല്ല സ്നേഹം. ഇപ്പോൾ കുടുംബം വെട്ടിപ്പിളർക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ കമ്പനിയും ഈ വീടും അതെന്തായാലും ആദർശിൻ്റെ നയനയുടെയും പേരിലായിരിക്കും. ലാഭവിഹിതം എന്താണെന്ന് വെച്ചാൽ ആദർശ് എല്ലാവർക്കും കൊടുക്കട്ടെ. അജയൻ അതിനെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അജയൻ പറയുന്നുണ്ട്, എനിക്കൊരു എതിർപ്പുമില്ല വെച്ചാൽ. എനിക്ക് എന്ത് എതിർപ്പ്? അതെല്ലാം കൊടുക്കേണ്ടത് ആദർശനും നയനയ്ക്കും തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മുത്തശ്ശ, ഇപ്പം തന്നെ ഒരുപാട് പൊട്ടിത്തെറികൾ ഈ വീട്ടിലുണ്ട്. ഇനി അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമാവത്തേ ഉള്ളൂ. നമുക്കെന്തായാലും കുറച്ചുകൂടെ കാക്കാം എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് നിൽക്കുന്നത്. ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെങ്കിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശിൻ്റെ മുറി ഒരുക്കുന്ന നയനേനെയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ എന്തായാലും മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നും നീ 2-3 തവണ തലകറങ്ങി വീണു. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അവിടെ നിന്നെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് കിടക്കും? നീ ഈ മുറിയിൽ തന്നെ കിടന്നു എന്ന് പറയുവാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്നും പറ്റുകയില്ല. അമ്മയില്ലാന്ന് വെച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നീ വേണമെങ്കിൽ കട്ടിലേ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയും. അപ്പം നയന പറയുകയാണ്, അത് വേണ്ട, ഞാനെന്തായാലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ആദർശ് പറയാം, എന്ത് പറഞ്ഞാലും ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുവാണല്ലോ, എന്തായാലും നീ ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എങ്കിൽ ആദർശേട്ടൻ കട്ടിലേ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുക. ആദർശേട്ടൻ താഴെ കിടന്നാൽ ഉറപ്പായിട്ടും ആദർശേട്ടന് ആസ്മയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ താഴെ കിടന്നോളാം, എനിക്കത് ശീലമുള്ളതാണല്ലോ എന്നിങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ നയനേനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്